5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും അതിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാളായിരിക്കും. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. ബംഗാളിൽ മമതയുടെ ദുർഭരണം അവസാനിപ്പിക്കുമെന്ന് BJP തന്നെ ആദ്യം മുതൽ തന്നെ പറഞ്ഞതാണ്. അതായത് ബംഗാൾ പിടിച്ചെടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ ബംഗാൾ ഇന്ന് വരെ സാക്ഷ്യം വഹിക്കാത്ത കാര്യത്തിലാണ് അങ്ങനെ ഒരു സംഭവ വികാസങ്ങളാണ് പശ്ചിമ ബംഗാളിൽ തുടക്കം മുതൽ തന്നെ നടന്നത്. ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ രീതിയിൽ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ ശ്രമിച്ചുവെങ്കിലും സൈന്യം അതിനെ നേരിടേണ്ട രീതിയിൽ അവർ കർശനമായി തന്നെ നേരിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും സൈനികരെ നിയോഗിക്കും. എങ്കിലും ഇക്കുറി പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് ആദ്യം തന്നെ ഗവർണറെ മാറ്റിയതും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അർദ്ധസൈനിക വിഭാഗത്തെ പശ്ചിമ ബംഗാളിൽ നിയോഗിച്ചതും. കൂടാതെ അമിത്ഷാ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിലയിരുത്തി എന്നതാണ് മറ്റൊരു കാര്യം. നിലവിൽ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുമെന്ന് ഉറപ്പായതോടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ UP-യിൽ നിന്നും എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിനെ പശ്ചിമ ബംഗാളിൽ നിയമിച്ചത്. അതോടെ തൃണമൂൽ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ഗുണ്ടകളുടെയും ഉറക്കം തന്നെ അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു. നിലവിൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അജയ് പാൽ ശർമ്മയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ മമതയുടെ പാർട്ടി അതായത് തൃണമൂൽ കോൺഗ്രസ് തന്നെ ഒരു ഹർജി നൽകിയിരിക്കുകയാണ്. അതായത് തൃണമൂൽ പ്രവർത്തകൻ ആദിത്യ ദാസ് സമർപ്പിച്ച ഹർജിയിൽ അജയ് പാൽ ശർമ്മയ്ക്ക് നിഷ്പക്ഷത ഇല്ല എന്നും അദ്ദേഹം UP-യിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഈ ഹർജി മിക്കവാറും സുപ്രീം കോടതി തള്ളാനാണ് സാധ്യത. കാരണം ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനു വേണ്ട എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന്റെ ചുമതലകൾ നിർവഹിക്കാനായിട്ട് അതിന്റെ ചുമതല വഹിക്കാനായിട്ട് ഏതെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏറ്റവും വിദഗ്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഇന്നൊരു സംസ്ഥാനത്ത് നിയമിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഈ ഹർജി മിക്കവാറും സുപ്രീം കോടതി തള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അജയ് പാൽ ശർമ്മയുടെ പെരുമാറ്റം നിരീക്ഷകന്റെ പ്രവർത്തനങ്ങളുടെ ഒരു കനത്ത ലംഘനമാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിയമനം റദ്ദാക്കണമെന്നും തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ നിഷ്പക്ഷരായി തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഹർജി ഇതുവരെ വാദം കേൾക്കുന്നതിനായി ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാനും ഗുണ്ടകൾക്കും എതിരെ അജയ് പാൽ കർശനമായ ഒരു താക്കീതാണ് അവർക്ക് നൽകിയത്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വെടിവെപ്പ് നടത്തും അല്ലെങ്കിൽ ഞാൻ ഫയർ ചെയ്യും എന്നടക്കമുള്ള ഒരു കർശനമായ നിർദ്ദേശം അജയ് പാൽ ശർമ്മ ജഹാംഗീർ ഖാന്റെ ഗുണ്ടകൾക്കും നൽകിയിരുന്നു. കൂടാതെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പോലീസിനെ അടക്കം ജഹാംഗീറിന് വലിയൊരു സുരക്ഷ ഒരുക്കിയിരുന്നു. അതിനെല്ലാം പിൻവലിക്കാനായിട്ടൊരു നിർദ്ദേശം അജയ് പാൽ ശർമ്മ നൽകിയിരുന്നു. അതെല്ലാമാണ് തൃണമൂൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചത്. ജഹാംഗീർ ഖാന്റെ ഗുണ്ടകളെ അജയ് പാൽ ശർമ്മ നേരിടുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ തൃണമൂൽ കോൺഗ്രസിനും ജഹാംഗീറിനും വലിയൊരു നാണക്കേടായി. ജഹാംഗീർ ഖാന്റെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചത് വിശദീകരണം ആവശ്യപ്പെട്ട് അജയ് പാൽ ശർമ്മ സൂപ്രണ്ടിന് നോട്ടീസ് അയച്ചതും തൃണമൂൽ കോൺഗ്രസിനെ ചൊടിപ്പിക്കാൻ മറ്റൊരു കാരണമായി മാറി. ശർമ്മയുടെ പെരുമാറ്റത്തിൽ തൃണമൂൽ കോൺഗ്രസ് ശക്തമായ ഒരു എതിർപ്പ് രേഖപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് ആരോപിക്കുകയും ചെയ്തു. ശർമ്മയെക്കുറിച്ചുള്ള വ്യാജ വീഡിയോകൾ പങ്കിട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പരിഹസിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുകയും ചെയ്തു. ഏപ്രിൽ 28-ന് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ച് ശർമ്മയ്ക്കെതിരെ കൊൽക്കത്ത ഹൈക്കോടതിയിൽ സമാനമായ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് ഉത്തരവുകളൊന്നും പുറപ്പെടുവിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്.